വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കാരം പിടിച്ചു, കഷ്ടതയിലും കാരം പിടിച്ചു, കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ഭാരം ദുഃഖമേറിയപ്പോൾ, മനം നൊന്ത് കലങ്ങിയപ്പോൾ, ഭാരം ദുഃഖമേറിയപ്പോൾ, മനം നൊന്തു കലങ്ങിയപ്പോൾ, ചാരയണഞ്ഞു ആശ്വാസം നൽകി, ചാരയണഞ്ഞു ആശ്വാസം നൽകി, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകിടും വചനം നൽകി, ധൈര്യം നൽകിടും വചനം നൽകി, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? First of all, I convey my gratitude and greetings to Sanichayan for inviting me for this wonderful opportunity for an interview in this SO Houston Voice channel. Thank you, Sanichayan and team for this invitation. Thank you. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ബാബു കൊച്ചുമ്മൻ. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് മുഖത്തല എന്ന് പറയുന്ന ഗ്രാമമാണ്. ഈ മുഖത്തല പ്രദേശത്ത് ടി കൊച്ചുമ്മൻ, എൻ്റെ പിതാവിൻ്റെ പേര് ടി കൊച്ചുമ്മൻ, എൻ്റെ മാതാവിൻ്റെ പേര് ഏലിയാമ്മ കൊച്ചുമ്മൻ. ആ 1970 മെയ് മാസം 20-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുഖത്തല ആലുമൂട് UP സ്കൂൾ, 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ആലുമൂട് UPGS സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അവിടെ നിന്ന് 75 to 82, അവിടെ നിന്ന് 82 to 85, 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കുണ്ടറ മാർത്തോമ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. 85-ൽ അവിടെ നിന്നും 10-ാം ക്ലാസ് പാസ്സായി. ആ സ്കൂളിലെ അന്ന് 5 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നതിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊല്ലം തങ്കൾ കുഞ്ഞ് മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് മാത്ത്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ ഐച്ഛികമായിട്ടെടുത്ത് പഠിച്ചു, കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ശേഷം പിന്നെ കൊല്ലം ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ നേടി. അതിനുശേഷം ചില ചെറിയ കോഴ്സുകളൊക്കെയും പഠിച്ച് പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലുള്ള
കെൽട്രോൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പോലെ UP ഗവൺമെൻറ് കീഴിലുള്ള അപ്ട്രോൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അപ്ട്രോൺ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നതായ സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ കൊച്ചി ക്യാമ്പസിൽ നിന്ന് ഒരു ഇലക്ട്രോണിക്സിൽ മറ്റൊരു ഡിപ്ലോമ കൂടി എടുത്തു. അങ്ങനെ കുറച്ച് കാലമൊക്കെയും ഇങ്ങനെ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുകയും ഏത് വിധേനയും ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ള വലിയ അഭിലാഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക ആപ്ലിക്കേഷനുകളൊക്കെ അയക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടം 90, 91, 92 ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കേരള പോലീസിലേക്ക് 91-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. കേരള പോലീസിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. ഞാൻ അത് അപേക്ഷിച്ചു. ആ പരീക്ഷ റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം പാസ്സായവരെയെല്ലാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ അല്ലെങ്കിൽ സ്പോർട്സ് ടെസ്റ്റിൽ 7 ഐറ്റങ്ങളുണ്ട്. അതിൽ 5 ഐറ്റം ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ 5 ഐറ്റം ആദ്യത്തെ 6 ഐറ്റങ്ങളിൽ 5 ഐറ്റം ക്വാളിഫൈ ചെയ്തു. അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നു. അതിനുശേഷം പിന്നീട് പ്രൈമറി മെഡിക്കൽ പരിശോധനയുണ്ട്. ആ മെഡിക്കൽ ടെസ്റ്റും പാസ്സായി. അങ്ങനെ ജോലി നോക്കിയിരിക്കുന്നതായ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ കേബിൾ ചാനലായ ന്യൂസ് ചാനലായ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അത് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. കേരളത്തിലെ ആദ്യത്തെ കേബിൾ ശൃംഖലയാണ്. അവിടെ എനിക്ക് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനായിട്ട് ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ കൊച്ചി യൂണിറ്റിൽ ഞാൻ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനായിട്ട് ഏഷ്യാനെറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ ആ സമയത്ത് തന്നെ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിലും ക്വാളിഫൈ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. 1 വർഷം ഞാൻ ജോലി ചെയ്തു. പ്രൊബേഷൻ പീരീഡ് പൂർത്തിയായ സമയത്ത് പോലീസിൽ നിന്നും എനിക്ക് അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ഞാൻ 1996 ഫെബ്രുവരി മാസം 12-ാം തീയതി ട്രെയിനിങ്ങിനായിട്ട് പത്തനംതിട്ട ജില്ലയിലുള്ള മണിയാർ എന്ന് പറയുന്ന പോലീസ് ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് കടന്നു പോവുകയും ചെയ്തു. അന്ന് 26 വയസ്സാണ്. അപ്പോൾ അവിടെ 9 മാസത്തെ കഠിനമായ ട്രെയിനിങ്ങിന് ശേഷം കായിക പരിശീലനവും അതുപോലെ തന്നെ ലെക്ചർ ക്ലാസ്സുകൾ, ഗെയിംസ്, അങ്ങനെ പലതര ആക്ടിവിറ്റീസ് 3 മാസം കൂടുമ്പോഴാണ് 5 ദിവസത്തെ ബ്രേക്കിന് വീട്ടിൽ വിടുക. അങ്ങനെ 9 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ട്രെയിനിങ് പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡും ഒക്കെയും കഴിഞ്ഞു. അതിനുശേഷം നിയമനങ്ങൾ ലഭിച്ചു. പല കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ഇങ്ങനെ പല ജില്ലകളിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ള നിലകളിൽ അവിടെയെല്ലാം ഡ്യൂട്ടി ചെയ്തു. അങ്ങനെ ഇതിനിടയിൽ 1996-ലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. അത് 3 വർഷം കഴിഞ്ഞപ്പോൾ 4-ാം വർഷം ആയപ്പോൾ ട്രിവാൻഡ്രം പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് ട്യൂട്ടറായിട്ട്, ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് നിയമനം ലഭിച്ചു. അങ്ങനെ 1 വർഷം പല തസ്തികകളിൽ ഓഫീസർ റാങ്കിലൊക്കെയും ട്രെയിനിങ്ങിനായിട്ട് വരുന്ന ഇവർക്ക് ട്രെയിനിങ് നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 1 വർഷം ട്രിവാൻഡ്രം പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇങ്ങനെ ട്യൂട്ടോറിങ് അല്ലെങ്കിൽ ട്യൂട്ടർ എന്നുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ കേരളത്തിലെ എല്ലാ ട്രെയിനിങ് കോളേജുകളെയും ട്രെയിനിങ് സെൻറ്ററുകളെയും ഒരുമിച്ച് മെർജ് ചെയ്തുകൊണ്ട് തൃശ്ശൂർ കേരള പോലീസ് അക്കാഡമി എന്ന് പറയുന്നതായ സ്ഥാപനം ഉണ്ടായി. അങ്ങനെ കേരള പോലീസ് സെൻട്രലൈസ്ഡ് ട്രെയിനിങ് ആണ്. കേരള പോലീസ് അക്കാഡമിയിലേക്ക് അവിടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒഴിവ് വന്നു. അങ്ങനെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ഞങ്ങളെ കുറേ ഇൻസ്ട്രക്ടേഴ്സിനെ തൃശ്ശൂർ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോയി നിയമനം ലഭിച്ചു. അവിടെയും പ്രവർത്തിച്ചു 4 വർഷം. അവിടെ വിവിധ തസ്തികകളിലുള്ള ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള എക്സൈസ് ഇൻസ്പെക്ടേഴ്സ്, വെഹിക്കിൾ ഇൻസ്പെക്ടർ, അങ്ങനെ പല തസ്തികകളിൽ നിയമനം ലഭിച്ചു വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് 4 വർഷം അവിടെ പ്രവർത്തിച്ചു. 2005 ആയപ്പോൾ കൊല്ലം ജില്ല
ലേക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ കൊല്ലം ജില്ലയിലേക്ക് ട്രാൻസ്ഫറായി. 5 വർഷം കൊല്ലം സിറ്റിയിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചു. കൊല്ലം SP ഓഫീസിനുള്ളിലുള്ള ഡിസ്ട്രിക്ട് പോലീസ് നാർക്കോട്ടിക് സെല്ലിൽ ഓഫീസിൽ അവിടുത്തെ തസ്തികയിൽ റൈറ്റർ ജോലികൾ, ഡോക്യുമെൻറ്റേഷൻ വർക്കുകളുള്ള ജോലികളിലേക്ക് എനിക്ക് നിയമനം ലഭിച്ചു. ഈ കൊല്ലം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയതിന് ശേഷം CDIT എന്ന് പറയുന്നതായ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഒരു സ്ഥാപനമാണ് CDIT. അതിൻ്റെ കൊല്ലം ബ്രാഞ്ചിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന കമ്പ്യൂട്ടർ ഡിപ്ലോമ ഷോർട്ട് ടൈം കോഴ്സാണ്. അത് പാസ്സായി. അത് പഠിച്ചു. MS ഓഫീസ്, എക്സൽ, പവർ പോയിൻ്റ്, അതുപോലെ ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടുന്ന് പഠിച്ച് പാസ്സായി. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന നാർക്കോട്ടിക് സെല്ലിൽ അവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ ആ ജോലി കൂടി, ഡോക്യുമെൻറ്റേഷൻ വർക്കുകളെല്ലാം പിന്നെ ഏറെക്കുറെ കമ്പ്യൂട്ടറിലായി. അതൊക്കെയും കമ്പ്യൂട്ടറിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ മന്ത്ലി റിവ്യൂ കോൺഫറൻസുകൾക്കുള്ള ഫയലുകൾ തയ്യാറാക്കുക, ക്രൈം കേസുകളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് ഏൽപ്പിക്കുക. അങ്ങനെ അതെല്ലാം ഓഫീസർ DYSP ആണ് അതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ. ബട്ട് യു ആർ ഹെൽപ്പിംഗ് ദ ബോസ്. ആ നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 2011 വരെ കൊല്ലം സിറ്റിയിൽ ജോലി ചെയ്തു. കൊല്ലം സിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു സബ് ഡിവിഷനായ ചാത്തന്നൂർ പോലീസ് സബ് ഡിവിഷനിലേക്ക് 2011 ട്രാൻസ്ഫർ ഓപ്ഷൻ കൊടുത്തു. ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ ചാത്തന്നൂർ സിറ്റി ലിമിറ്റിലുള്ള കൊല്ലം സിറ്റി പോലീസ് ലിമിറ്റിലുള്ള ചാത്തന്നൂർ DYSP ഓഫീസിൽ തന്നെ അവിടെയും ഡോക്യുമെൻറ്റേഷൻ വർക്കുകളിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെയും പോസ്റ്റിംഗ് ലഭിച്ചു. അങ്ങനെ അവിടെ 5 വർഷം അവിടെയും ജോലി ചെയ്തു. അവിടെ വർക്കുകൾ മറ്റൊരു മോഡാണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ പെറ്റീഷൻ എൻക്വയറീസ്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായുള്ള ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, ഇതെല്ലാം ഓഫീസർക്ക് വേണ്ടി, ഓഫീസറെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, DYSPയെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള വർക്കുകൾ ചെയ്ത ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെയും കമ്പ്യൂട്ടർ വേർഡിലും അതുപോലെ കോടതിക്ക് സമർപ്പിക്കേണ്ടുന്ന റിപ്പോർട്ടുകൾ, അഫിഡവിറ്റുകൾ, കേരള ഹൈക്കോടതി പല കേസുകളിലെയും അങ്ങനെ പല പ്രവർത്തനങ്ങളുണ്ട്, പല ഫങ്ഷൻസ് ഉണ്ട്. അതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ എഴുത്തും അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് 2016 ആയപ്പോഴേക്കും ഇവിടെ ഞങ്ങളുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഹൂസ്റ്റണിലുള്ള മിസ്റ്റർ വർഗീസ് കൊച്ചുമ്മൻ ആൻഡ് ഭാര്യ മിസ്സസ് ആനി വർഗീസ്, അവർ ഞങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലേക്ക് വരാനായിട്ട് ഫയൽ ചെയ്തിരുന്നു നേരത്തെ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിസ പ്രോസസ്സിങ്ങിനുള്ള ഇൻ്റർവ്യൂവിന് വിളിച്ചു. മദ്രാസിൽ പോയി ബയോമെട്രിക്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബോംബെയിൽ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂവിന് പോയി. ഞങ്ങൾക്ക് വിസ കിട്ടി. അങ്ങനെയാണ് 2016 ജൂൺ മാസം ഞങ്ങൾ അമേരിക്കയിലേക്ക് ഫാമിലിയായിട്ട് കടന്നു വരുന്നത്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ ഭാര്യ മിസ് അനിത ബാബു, അത് മകൻ ജോയൽ ബാബു, മോള് ലയ ബാബു, ഞങ്ങൾ 4 പേര് ഞങ്ങളുടെ ഫാമിലി. അതുപോലെ ഞങ്ങൾ 3 ഫാമിലീസ്, അങ്ങനെ സഹോദരങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. എനിക്ക് മൂത്ത 2 പേര്. അങ്ങനെ എൻ്റെ മൂത്ത മകൻ 10ാം ക്ലാസ് നാട്ടിൽ പഠിച്ച് പാസ്സായിട്ട് ജയിച്ചതിന് ശേഷം വന്നു. മോള് 5ാം ക്ലാസ് പാസ്സായിട്ട് വന്നു. അങ്ങനെ അവരിവിടെ വന്ന് ഹൈസ്കൂളിലും മിഡിൽ സ്കൂളിലും ഒക്കെ ചേർന്ന് പഠനങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ ഞങ്ങളുടെ മോനെ ജോയൽ ബാബു ഇവിടെ റേഡിയോളജി
കോഴ്സ് പഠിച്ചു, പാസ്സായി, സ്റ്റേറ്റ് ബോർഡ് ലൈസൻസ് എടുത്തു. അങ്ങനെ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി മെമ്മോറിയൽ ഹെർമനിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കി വരുന്നു. മകള് ഹൈസ്കൂൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ ജൂനിയർ കോളേജിൽ സെക്കൻഡ് ഇയറിൽ കമ്പ്യൂട്ടർ സയൻസ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ മുഖത്തലയിൽ ക്രൈസ്തവർ പൊതുവെ പറയുമ്പോൾ അവരുടെ സഭ അല്ലെങ്കിൽ വിശ്വാസം കൂടി ചേർത്ത് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. ഞങ്ങൾ മുഖത്തല ഇവാഞ്ചലിക്കൽ ഇടവക സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ സഭയിലെ അംഗങ്ങളാണ്. ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്ന മൂത്ത ബ്രദർ എന്ന് പറയുന്നത് മിസ്റ്റർ വർഗീസ് കൊച്ചുമ്മൻ, വീട്ടിൽ വിളിക്കുന്ന രാജു എന്നാണ്, വർഗീസ് കൊച്ചുമ്മൻ ആൻഡ് മിസ് ആനി വർഗീസ്. അവർ ഇവിടെ ഹൂസ്റ്റൺ ഇമ്മാനുവൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ സ്ഥാപക അംഗം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർമാരിൽ ഒരാൾ ആണ്. അങ്ങനെ അവർ പെന്തക്കോസ്ത് സഭയിലും ഞങ്ങൾ മറ്റ് സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഇവാഞ്ചലിക്കൽ സഭയിലും കൂടി വരുന്നു. ഹൂസ്റ്റൺ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹൂസ്റ്റൺ, ഗ്രേറ്റർ ഹൂസ്റ്റൺ പാരിഷ്, ആ പാരിഷിലാണ് ഞങ്ങളിപ്പോൾ അംഗങ്ങളായിട്ട് ഇരിക്കുന്നത്. ഇതാണ് പൊതുവിൽ പറയാനായിട്ടുള്ള ഇൻട്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇനി കുടുംബപരമായിട്ട് അല്പം കൂടി പറയുകയാണെങ്കിൽ 1999 ജൂൺ 28 ഞങ്ങളുടെ വിവാഹം. അനിത ബാബു, ഞങ്ങളുടെ പുള്ളിക്കാരി മുഖത്തല മാർത്തോമ ഇടവക അംഗമാണ്. അറേഞ്ച്ഡ് മാരേജാണ്. 2 മുഖത്തലെന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചില്ല. അവരുടെ മാവിയുടെ മകൻ ഇവാഞ്ചലിക്കൽ സഭയിലെ അച്ഛനാണ്. ആ നിലയ്ക്കും അതുമാത്രമല്ല, പിതാക്കന്മാരുടെ കാലം മുതലേ അടുത്ത് അറിയാവുന്ന കുടുംബവുമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഹൂസ്റ്റണിൽ എല്ലാ സഭകളും ചേർന്നുള്ള യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന UCF എന്ന് പറയുന്ന പ്രസ്ഥാനം, ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. അതിൽ ഞങ്ങൾ കുടുംബമായിട്ട് അതിൽ എല്ലാ പ്രയർ മീറ്റിങ്ങുകളിലും പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെയും ഇടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ഹൂസ്റ്റൺ എക്യുമെനിക്കൽ കമ്മ്യൂണിറ്റി ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ, ആ പ്രസ്ഥാനത്തിൽ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്നെ ഈ വർഷം തിരഞ്ഞെടുത്തു. അതുകൂടാതെ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ലേ ലീഡർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ പല സന്ദർഭങ്ങളിലായിട്ട് 4 വർഷം നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലകളിലും സ്പിരിച്വലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മിസ് അനിതയെ പറ്റി കൂടുതലൊന്ന് പറയാമോ, വിശദീകരിക്കാമോ, കുടുംബവും പശ്ചാത്തലവും? എൻ്റെ പേര് അനിത ബാബു. എൻ്റെ സ്ഥലം പെരുമ്പുഴ, കൊല്ലം കുണ്ട്ര പെരുമ്പുഴയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ജനിച്ചത് 1976 പെരുമ്പുഴ അറ്റോൺമെൻറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിക്കുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ ഫാദർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ASI ആയിരുന്നു. അമ്മ ഹൗസ് വൈഫായിരുന്നു. ഞങ്ങൾ 5 മക്കൾ. ഞങ്ങളുടെ പേര് അനില, അനു, അനിത, അജി, ആഷ്ലി. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം സെൻറ്റ് ജൂഡ് LKG UKG അവിടെ പഠിച്ചു. എന്നെയും എൻ്റെ മൂത്ത സഹോദരൻ അനു ജോർജ്, ഞങ്ങൾ 2 പേരും കൂടെ സെൻറ്റ് ജൂഡിൽ ചേർത്തായിരുന്നു. സഹോദരൻ ഇച്ചിരി കുരുത്തക്കടം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് മാറ്റി. പിന്നെ പഴങ്ങാലം പുത്തമ്പട്ടി സ്കൂളിൽ അവിടെയായിരുന്നു 7ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് കുഴിമതുക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 2 വർഷം പ്രീ ഡിഗ്രി കൊല്ലം TKM കോളേജിൽ പഠിച്ചു.
അത് കഴിഞ്ഞു. പിന്നെ നേഴ്സിങ്ങിന് അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കണമെന്ന്. അമ്മയ്ക്ക് ആഗ്രഹം BSc നേഴ്സിംഗ് പഠിപ്പിക്കാനായിരുന്നു. പക്ഷേ അന്ന് അതിന് പറ്റിയില്ല. ജനറൽ നേഴ്സിംഗാണ് പഠിച്ചത്. മദ്രാസ് വിവേകാനന്ദ കോളേജിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞു അറ്റോൺമെൻറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ബോണ്ട് ചെയ്തു. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞു കുണ്ട്ര LMS ഹോസ്പിറ്റലിൽ 2 വർഷം ചെയ്തു. പിന്നെ CSI സഭ. പിന്നെ അത് കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞു 2-3 വർഷം പോകാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ NS ഹോസ്പിറ്റൽ അവിടെ 2008 മുതൽ 2016 വരെ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അച്ഛനെ കണ്ടുമുട്ടിയ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനായിരുന്നു പോലീസും തമ്മിലുള്ള അങ്ങനെ എന്താ ഒരു പപ്പ പോലീസുകാരനാണ്, ഇദ്ദേഹം പോലീസുകാരനാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ലൈഫ് സ്റ്റൈൽ തമ്മിലുള്ള വ്യത്യാസം അതുണ്ട്. പറയാൻ പറ്റുന്നത് പറയാം. അല്ല ഞാൻ കട്ട് ചെയ്തോളാം. അല്ല കട്ടൊന്നും ചെയ്യണം. അതായത് പുള്ളിക്കാരൻ കുറച്ച് ഇതാണ്, അഗ്രസീവാണ്. എന്നുവെച്ചാൽ പഴയ കാലത്തെ പോലീസ്. അപ്പം ഏത് ഒരു ഒഫൻസ് കണ്ടാലും അവനെ പിടിക്കും. ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റത്തില്ല. മനുഷ്യാവകാശങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളൊക്കെ കയറുമ്പോഴത്തേന് പിന്നെ ഈ PSC വഴിയില്ലയോ കയറണം. അപ്പൊ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ ഞാൻ ഈ പറഞ്ഞോണം മനുഷ്യാവകാശ സംരക്ഷണവും, അതായത് പീപ്പിൾ ഫ്രണ്ട്ലി പോലീസ് എന്നാ. അങ്ങനെ ഈ ഏതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് വരുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാല് ജനകീയ പോലീസ്. മനസ്സിലായി. അതൊന്നും വലിയ പ്രാക്ടിക്കൽ ഒന്നും അല്ല. എന്നുവെച്ചാൽ ഇത് ജനങ്ങളുമായിട്ട് ഫ്രണ്ട് ആവാൻ പറ്റും, പക്ഷെ പ്രിവെൻഷൻ ഓഫ് ക്രൈം അതിന്റെ പ്രോഗ്രസ് ആണ് നോക്കേണ്ടത്. അപ്പൊ അന്നത്തെ കാലത്ത് പുള്ളി പോലീസ് ആവാൻ വേണ്ടി പോകാതെ പുള്ളി പോലീസ് തന്നെയായിരുന്നു. പിൽക്കാലത്ത് പിന്നീട് മരണപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച അച്ഛന് കണ്ട ഒരു ഇതും ഹസ്ബൻഡ് കണ്ട ആസ് എ പോലീസ് എന്നുള്ളതായിരുന്നു. പുള്ളിക്കാരി എനിക്ക് പറയണം. ഇനി ഒരു കാര്യം കൂടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വരാമ ഇരുന്നു അവിടെ. പിന്നെ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഇതെന്ന് പറയുമ്പോൾ, ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേരള പോലീസ് അക്കാഡമി തൃശ്ശൂർ. അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവറുകളാണ്. അദ്ദേഹം ട്രിവാൻഡ്രം മാറിവാനിയസ് കോളേജിലെ ലെക്ചറായിരുന്നു, പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് എഴുതി IPS ലഭിച്ചു. അങ്ങനെ SP ആയി. അദ്ദേഹം പ്രൊമോഷനായി IG ലെവലിലായപ്പോഴാണ് ഇതിന്റെ ഡയറക്ടറായിട്ട് വരുന്നു. പോലീസ് അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് വരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും മോഡേണൈസേഷനാണ്, പോലീസിന്റെ മോഡേണൈസേഷൻ. അത് വളരെ ഇന്റലിജന്റ് ആൻഡ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വലിയ എൻഹാൻസ്മെന്റ് ആണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. ട്രെയിനിങ് പരിഷ്കരിച്ചു. വളരെ യൂണിഫോമിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരുമ്പോഴുള്ള ഡിസിപ്ലിനും അതിൻ്റെ യൂണിഫോമും അതിനെക്കുറിച്ചും, അതുപോലെ പോലീസിൻ്റെ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നോളജബിൾ പീപ്പിളിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു നല്ല പോലീസ് സിസ്റ്റം അലക്സാണ്ടർ ജേക്കബ് സാറിലുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു ഓഫീസറാണ്. അദ്ദേഹം ഇപ്പോഴും സിവിൽ സർവീസിനും ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം പോലീസ് ട്രെയിനിങ് കോളേജിലായിരുന്നപ്പോൾ അവിടെ IG ആയിരുന്ന VR രാജീവൻ സാറ് വളരെ പ്രിവിലേജ്ഡ് ഓഫീസറാണ്. അതുപോലെ തന്നെ പത്മകുമാർ സാറ്. പിന്നെ ഞാൻ ജോലി ചെയ്ത സമയത്ത് ഞങ്ങളുടെ ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ കമാൻഡൻറ്റ് TJ ജോസാർ ഉണ്ടായിരുന്നു. ജോസാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും അങ്ങനെയാണ് ഞാൻ ഈ ഓഫീസ്
തലത്തിലുള്ള വർക്കുകളൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് IPSകാരുടെ ജോലി ആ ക്ലോസ്ഡ് കോൺടാക്റ്റിൽ ജോലി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ DYSPമാരും ഒരുപാട് പേര്. നമ്മൾ 3 കൊല്ലം 5 കൊല്ലം ട്രാൻസ്ഫർ ആകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു 5-6 DYSPമാർ ഇതിനിടയ്ക്ക് വന്നു പോകും. അവർക്ക് 5 മാസം 6 മാസം 7 മാസം ചിലപ്പോൾ 1 കൊല്ലം അങ്ങനെയൊക്കെയാണ് അവരുടെ ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ ഒരുപാട് DYSPമാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാർ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഇൻസ്ട്രക്ടറെ സംബന്ധിച്ചിടത്തോളം ദേശത്ത് എവിടെ ചെന്നാലും അവർ ട്രെയിനിങ് കൊടുത്തവരായിരിക്കും അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അവർ ദൂരെ നിന്ന് കാണുമ്പോൾ സാർ അവിടെ പോകുന്നു, പെട്ടെന്ന് അവർ ഓടി വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പം സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കൊടുത്തവർ ഇപ്പം DYSPമാരായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇന്നാരാ. പക്ഷേ നമ്മുടെ ഇൻ്റർവെൻഷൻ അവരോട് ആ രീതിയിലായിരിക്കണം. നമ്മൾ വളരെ ജെന്റിലായിരിക്കണം അവരോട്, എല്ലാവരോടും പെരുമാറേണ്ടത്. ഞാൻ കൂടുതലും ട്രെയിനിങ് കൊടുത്തത് വനിതാ പോലീസുകാർക്കാണ്. 4 വർഷം കൂടുതലും ഏതാണ്ട് 6 ബാച്ചോളം വനിതാ പോലീസ് കേഡറ്റ്സിൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കി പോയി. അപ്പം നമ്മൾ ഇപ്പം അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പോഴും എവിടെയൊക്കെ പോയാലും ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡ്യൂട്ടിക്ക് നിൽക്കും. അപ്പം ദൂരേനെ കാണുമ്പോൾ ഒരു വളരെ റെസ്പെക്റ്റാണ്. അപ്പം അവിടെയും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വനിതാ പോലീസുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫയറിങ്, റൈഫിൾ ഉപയോഗിച്ചുള്ള 303 റൈഫിൾ ഉപയോഗിച്ചുള്ള ഫയറിങ് പ്രാക്ടീസ് ഉണ്ട്. അത് അല്പം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്പം റിസ്ക് അല്ല, അവർക്ക് ഫിസിക്കലായിട്ട് എഫിഷ്യൻസി കൂടുതൽ വേണം. അപ്പം അതൊന്നും ഒരാൾ പോലും ഫയറിംഗ് ടെസ്റ്റിൽ ഫെയിൽ ആകാതെ അവരെ പാസ്സാക്കി എടുക്കാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ട്രെയിനിങ്ങിനായ പോലും അവർക്കും 3 മാസം കൂടുമ്പോൾ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ ഗ്രൗണ്ടിലും ടെസ്റ്റുണ്ട്, ഇന്റേണൽ ടെസ്റ്റും ഉണ്ട്. അപ്പം ഇതൊക്കെ ഫെയിലാകാതെ ഇവരെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അത് നല്ലൊരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. അത് ഗവൺമെൻറ് അപ്പം അത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മളൊരു ഒരു ജെന്റിൽ ഓഫീസർ ആവണോ അല്ലെങ്കിൽ അതോ ഒരു റിമാർക്കുള്ള ആളാവണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും ആ നിലയിലേക്ക് വരണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്നത് അവരതുപോലെ തന്നെ തിരിച്ചും റെസ്പെക്റ്റ് തരാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞ് 1 കൊല്ലം ആയ സമയത്ത് ഞങ്ങളെ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഡ്യൂട്ടിക്ക് കൊണ്ടുവന്ന് നിയോഗിച്ചു. അന്നൊക്കെ ഈ ബറ്റാലിയനിൽ നിന്ന് പോവുക, 1-2 ആഴ്ച കൂടുമ്പോഴേ വീട്ടിൽ വിടത്തുള്ളൂ. അപ്പോൾ അന്ന് പത്തനംതിട്ട SP എന്ന് പറയുന്നത് ശ്രീലേഖ മാഡമാണ്, ഇപ്പോൾ DGP ആയിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ അന്ന് അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി. അന്ന് അടൂർ MLA എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും കോന്നി MLA അടൂർ പ്രകാശ് സാറും. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സ്ട്രൈക്ക് അവിടെ നടക്കുന്നു. ഭരണം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അപ്പോൾ ശ്രീ EK നായനാർ സാറാണ് അന്നത്തെ മുഖ്യമന്ത്രി. അപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ജാഥയും പ്രകടനവും എന്തൊക്കെയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അത് ഒരു ലാത്തി ചാർജിലേക്ക് കലാശിച്ചു. ശ്രീലേഖ മാഡമാണ് ആ ലാത്തി ചാർജിന് ഉത്തരവിടുന്നത്. അപ്പോൾ ഈ MLAമാരെ എനിക്ക് നേരത്തെ ഇവരെ അറിയാവുന്നതുകൊണ്ട് ഞാനൊരു ന്യൂട്രലിൽ കൂടെ ഒക്കെ നിന്നു. എന്നാൽ ഇവരെ അറിയാൻ വയ്യാത്തവർ അന്ന് ലാത്തി ചാർജിൽ ഇവർക്ക് പരിക്കേറ്റ് അന്ന് തന്നെ ഞങ്ങളുടെ പാർട്ടിയെ മുഴുവൻ ഞങ്ങളുടെ പോലീസ് ഫോഴ്സിനെ അവിടുന്ന് പിൻവലിച്ച് ട്രിവാൻഡ്രത്ത് നിന്നും വേറെ ഫോഴ്സിനെ കൊണ്ടുവന്നു. കാരണം ഇത് വലിയ കൊളിഷനിലേക്കൊക്കെ പോയി പിന്നെ അങ്ങനെ ഡിസ്പ്യൂട്ടായി മാറും. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആയിരുന്നു അന്ന് അവർക്ക് പരിക്കൊക്കെ പറ്റി. അവർ കയ്യിൽ ബാൻഡേജൊക്കെ ഇട്ടുകൊണ്ടാണ്, പ്ലാസ്റ്റർ ചെയ്ത് അതൊക്കെ ഇട്ടുകൊണ്ടാണ് നിയമസഭയിൽ ചെല്ലുന്നത്. അവിടെയും വലിയ സമരങ്ങളൊക്കെ നടന്നു. അതുകൂടാതെ സെക്രട്ടേറിയറ്റിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡ്യൂട്ടി, ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റ്, ഇങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ള ജോലികളിൽ പിന്നെ ലാത്തി ചാർജ് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. കളക്ടറേറ്റ് മാർച്ച്, പിക്കറ്റിങ്, അതുപോലെ ഈ ബന്ദോബസ്ത് ഡ്യൂട്ടികൾ, പിക്കറ്റുകൾ. ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥലത്ത് ഫർദർ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ പിക്കറ്റ് ഡ്യൂട്ടി. അങ്ങനെ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഇതെല്ലാം വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ്. അത് അവിടെയെല്ലാം വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. സാറ് ശ്രീലേഖ IPSനെ പറ്റി പരാമർശിക്കുകയുണ്ടായി. അത് അവരോടൊപ്പം ജോലി ചെയ്തതും ടോമിൻ തച്ചങ്കരിയെ പറ്റി അറിയാവുന്ന രീതിയിൽ 1-2
പറയാം. ശ്രീലേഖ മാഡം നല്ലൊരു ഓഫീസറാണ്. ഞങ്ങളന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് ലാത്തി ചാർജ് എന്ന് പറയുമ്പോൾ അത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടേ അത് കാണാൻ പറ്റൂ. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അവർ നല്ല ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നല്ല കഴിവ് തെളിച്ചിട്ടുള്ള നല്ലൊരു ഓഫീസറാണ് ശ്രീലേഖ മാഡം. ഇഷ്ടമുള്ള ഒരു ഓഫീസറാണ്. അതുപോലെ തച്ചങ്കരി സാറും ഇതുപോലെ ഞങ്ങൾക്ക് വളരെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടില്ല, സാറിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ സാറ് നല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിരുന്നു. പോലീസിന് വളരെ നല്ല നല്ല ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓഫീസറായിരുന്നു. സാറ് നല്ല പാട്ടുകാരനായിരുന്നു. ഇപ്പോൾ DGP റിട്ടയർ ചെയ്തു. അപ്പം അവിടുത്തെ അത്ര കൂടുതൽ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം എന്നുള്ളതാണ്. നമ്മുടെ അഭിമുഖം നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി സമയത്ത് ശവങ്ങൾക്കോ മോർച്ചറിയിലോ ഒക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് വിശദീകരിക്കാമോ ആ പ്രയാസം? അത് ഇപ്പം ഡെഡ് ബോഡി ബന്ധഹൗസ് ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. അത് പോയി ഇപ്പം സൂര്യാസ്തമനത്തിന് ശേഷമാണെങ്കിൽ പിന്നെ ബോഡി മറവ് ചെയ്യാനോ ബോഡി ഒരിടത്ത് നീക്കം ചെയ്യാനോ ഒക്കെ പ്രത്യേകം മജിസ്ട്രേറ്റിൻ്റെ സാങ്ഷൻ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോലീസ് ബന്ധഹൗസ് പിക്കറ്റ് ഡ്യൂട്ടി ഇടണം. പക്ഷേ അതിന് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോയി, ഒരെണ്ണത്തിനേ പോയിട്ടില്ല. ഞാൻ കൂടുതൽ ഈ ഓഫീസ് വർക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം മെച്ചപ്പുറത്ത് ചടങ്ങുകളൊക്കെ 2-3 പേര് നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്, സ്കളൊക്കെ ഇളക്കുന്നുണ്ട്. ഡോക്ടർ കൂളായിട്ട് അപ്പുറത്തോട്ടിരുന്ന് ഫോറൻസിക് സർജൻ ഇരുന്ന് ഫയലുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചു നേരം കണ്ട് ആദ്യത്തെ ആയിരുന്നു. അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് മാറി. സാറിന് ഇപ്പോഴത്തെ കറണ്ട് ഇതാണല്ലോ സമാധി എന്ന് പറയുന്നത്. അതിൽ പോലീസുകാരുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടായിരുന്നു സാറിൻ്റെ ഒരു നോട്ടത്തിൽ? സാറ് അത് TV കാണുന്നുണ്ടായിരിക്കും. ആ സമാധിയെ സംബന്ധിച്ച് നാട്ടുകാരൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ നെഗറ്റീവായിരുന്നെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. സാറിൻ്റെ എന്താണ്? പോലീസിൻ്റെ, അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പോലീസിന് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെ CRPC, അതിനിപ്പോൾ പേരൊക്കെ മാറിയിട്ടുണ്ട്. IPC CRPC. പോലീസിന്റെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. പോലീസിന് ജനങ്ങളോടാണ് ബാധ്യത, പക്ഷേ ആൻസറബിൾ ടു കോർട്ട് ആൾസോ. കോടതി ചോദിക്കും നിങ്ങൾ എന്താണ് അവിടെ എടുത്തത്, നിങ്ങൾ എന്താണ് ചെയ്തത്. അപ്പം പോലീസിന് അത് ചെയ്യണം. അത് അപ്പം അതിന് ഈ IG അലക്സാണ്ടർ സാർ പണ്ടൊരു ഉദാഹരണം അദ്ദേഹമായിരുന്നു തോന്നുന്നു. ഇപ്പം ഒരു ആന മതകളി ജനങ്ങളെല്ലാം അതിനെ മെരുക്കാൻ ശ്രമിക്കുക. പക്ഷേ സംഭവം എന്തോ വരുന്നത്, മതകളകിയത് മതമല്ല. അതിന് രാവിലെ മുതലേ അതിങ്ങനെ ഇതിനെല്ലാം പോവുക, ആഘോഷങ്ങൾ പോവുക. അതിന് വിശന്നപ്പോൾ അത് വയലിന്റെ ജനക്കൂട്ടം പറഞ്ഞു മതകളി എന്ന് പറഞ്ഞതുപോലെ പ്രാക്ടിക്കലിസം, ഒരു പ്രാക്ടിക്കൽ പോലീസിങ്. അത് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ഉള്ളത് ചർച്ച് ഹിസ്റ്ററി. മനസ്സിലായി. നമുക്ക് അതൊരു അടുത്തൊരു എപ്പിസോഡ് വെട്ടക്കുറവുണ്ട്, നമുക്ക് നിർത്താമേ. അടുത്തൊരു എപ്പിസോഡിലാണ്. താങ്ക് യു. നിങ്ങളുടെ പള്ളിയൊക്കെ പണിയുകയാണല്ലോ, അതിനെ പറ്റിയൊക്കെ ഒരു ചരിത്രം പറയാൻ ഞാൻ വിളിച്ചിട്ട്. താങ്ക് യു സർ. താങ്ക് യു. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്പം കൂടി ഒന്ന് വിവരിച്ച് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ആലുമൂട് UP സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അന്ന് അത് പല കാര്യങ്ങളും എനിക്കിപ്പോഴും നല്ല ഓർമ്മയിൽ തന്നെ ഉണ്ട്. എന്നാൽ 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് ഒരു കുണ്ട്രക്കാരനൊരു മത്തായി സാറായിരുന്നു. മത്തായി സാറ് കുണ്ട്രയിൽ രാവിലെ സൈക്കിളെ ഓട്ടിയാണ് സ്കൂളിൽ വരുന്നത്. അതുപോലെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഭാസ്കരൻ പിള്ള സാറാണ് സയൻസ് വിഷയം പഠിപ്പിച്ചത്. അതുപോലെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചത് ഒരു രവീന്ദ്രൻ പിള്ള സാറ്. ഇവരൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരാണ്. അപ്പോൾ അന്നൊക്കെ പഠിപ്പിച്ച പല കാര്യങ്ങളും എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു ഗോപാലകൃഷ്ണ പിള്ള സാറുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഗ്രാമറൊക്കെയും പഠിപ്പിച്ചു തന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുപോലെ മത്തായി സാറ് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു.
ഭാസ്കരൻ പിള്ള സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നല്ലതുപോലെ അടിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അനേക അധ്യാപകർ സയൻസ് ആയാലും സാമൂഹ്യ പാഠം, അന്നത്തെ സാമൂഹ്യ പാഠം, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ സംസ്കൃതത്തിനൊരു അധ്യാപകനുണ്ടായി. അപ്പം സംസ്കൃതം എല്ലാ കുട്ടികളെയും അവരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പോസ്റ്റ് അവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കൃതം പഠിപ്പിക്കുമായിരുന്നു. 7ാം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചു. അതുപോലെ ഒരു അറബ് സാറുണ്ടായിരുന്നു. അറബ് സാറിൻ്റെ തസ്തിക നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം പെൻഷനാകുന്നവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അറബ് ക്ലാസ്സിൽ ഞങ്ങളെ കൊണ്ടിരുത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ വീട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത്. ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട് സ്കൂളിലേക്ക്. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് നിന്ന് വലിയൊരു ബറ്റാലിയനായിട്ട് നടന്ന് പോകുന്ന പതിവായിരുന്നു. അതുപോലെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ചെറിയ മുറുക്കാൻകട, ആ മുറുക്കാൻകട ചെറിയ പെട്ടിക്കടയിൽ നിന്ന് രാവിലെ മിഠായി വാങ്ങിക്കുക. അപ്പം വീട്ടിൽ നിന്ന് 5 പൈസ കൊടുത്താൽ 2 മിഠായി കിട്ടുന്ന ഒക്കെ കാലഘട്ടങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടി കൊച്ചുമ്മൻ. അദ്ദേഹം അപ്പച്ചന് ഈ ഇവാഞ്ചലിക്കൽ സഭ 1961 ഫോം ചെയ്യുന്നതായ സമയത്ത് പത്യോപദേശ സമിതി ഞങ്ങളുടെ മാതൃസഭയായ മാർത്തോമാ സഭയിലെ ഒരു സന്നദ്ധ സുവിശേഷ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ ജോലിയോടൊപ്പം വീടിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ജോലിയോടൊപ്പം തന്നെ സുവിശേഷ വേലയും ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പിതാവ്. അപ്പോൾ മാർത്തോമാ സഭയിലെ മിക്കവാറും എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ, പിന്നെ ധ്യാന പ്രസംഗങ്ങൾ, അച്ഛനില്ലാത്തപ്പം പ്രസംഗിക്കുക, യൂത്ത് യൂണിയനെ സംഘടിപ്പിച്ച് അന്ന് യുവജന സഖ്യം, ഇങ്ങനെയൊക്കെയുള്ളതായ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നു. അതിനുശേഷമാണ് ഈ പത്യോപദേശ സമിതിയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. മാർത്തോമാ സഭ ഒരു നവീകരണ സഭയാണ്. ആ സഭയിൽ ചില വിശ്വാസ ആചാരങ്ങൾ, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, വിശ്വാസ ആചാരങ്ങൾ പ്രകാരമുള്ള ചില പ്രശ്നങ്ങൾ അന്ന് യൂഹാനോൻ മാർത്തോമായുടെ കാലത്ത് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് അന്നത്തെ പാലക്കാട്ടച്ചൻ എന്നറിയപ്പെടുന്ന ജോൺ വർഗീസ് അച്ഛൻ, അല്ലെങ്കിൽ പാലക്കാട്ടച്ചൻ, ജോൺ വർഗീസ് അച്ഛൻ കശീശ, KN ഉമ്മൻ കശീശ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ വിപ്ലവകരമായ നവീകരണ ആശയങ്ങൾ ഉണ്ടായി. വീണ്ടും അത് പത്യോപദേശ സമിതി എന്ന് പറയുന്നതായ ഒരു ഒരു മൂവ്മെൻ്റാണ് മാർത്തോമാ സഭയിൽ അന്ന് രൂപപ്പെട്ടത്. ഞങ്ങളുടെ പിതാവ് അതിൻ്റെ ഒരു മുൻനിര പ്രവർത്തകനായിരുന്നു. അങ്ങനെ ആ KN ഡാനിയൽ സാറ് മാർത്തോമാ സഭയ്ക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് പരാജയപ്പെട്ടു. KN ഡാനിയൽ സാറ് ഒരു അഭിഭാഷകനായിരുന്നില്ല, പക്ഷേ കോടതിയിൽ കേസ് സ്വന്തമായി വാദിച്ച് ഈ കേസിൻ്റെ സാരാംശം, എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസ് ശരിയായ നിലയിൽ കോടതിയിൽ അവതരിപ്പിക്കുവാൻ പ്രാപ്തനായ വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു വലിയ സഭയുമായിട്ടുള്ള ഒരു തർക്കമാണ്. അപ്പോൾ എപ്പോഴും ആ സഭയുടെ സ്റ്റാൻഡിനനുസരിച്ചാണ് അന്നത്തെ കോടതികൾ നിലപാടെടുത്തത്. 1898 മാർത്തോമാ സഭ രൂപീകരിക്കുമ്പോഴും അന്നത്തെ നവീകരണാശയക്കാർ അന്നത്തെ യാക്കോബായ സഭയ്ക്കെതിരെയായിട്ടുള്ള കേസ് തിരുവിതാംകൂർ റോയൽ കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കാരണം ഒരു എസ്റ്റാബ്ലിഷ്ഡ് സഭ എന്ന് പറയുന്നത് സഭയാണ്. ആ സഭയ്ക്ക് അനുകൂലമായ നിലപാടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ മാർത്തോമാ സഭയായിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്നത്. അങ്ങനെ 1961 സഭ രൂപീകരിക്കുമ്പോൾ തിരുവല്ല തൈമലയിൽ, മഞ്ഞാടി തൈമലയിൽ ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞങ്ങളുടെ പിതാവ്. അപ്പോൾ അതിന് പറയുന്നത് 25,000 വിശുദ്ധന്മാർ അന്ന്
തൈമലയിൽ കൂടി എന്നുള്ളതാണ് പറയുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടംതാണു പിള്ള പ്രത്യേകം KSRTC സർവീസുകൾ ഈ തൈമലയിലേക്ക് തിരുവല്ല സിറ്റിയിൽ ടൗണിൽ നിന്ന് അനുവദിക്കുകയും അങ്ങനെ ദേശത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ ഈ സമ്മേളന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ 1961 ജനുവരി 26-നാണ് ഈ സഭയുണ്ടായത്. അപ്പോൾ അന്ന് തന്നെ മുഖത്തലയിലും ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു ഇടവക ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ആ സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരു ചെറിയ സഭയാണ്, പക്ഷേ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ സഭ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പാരിഷുകളുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വളരെ അധികം വിശ്വാസ സമൂഹം ഉള്ള ഒരു സഭയായിട്ട് ഈ സഭ വളർന്നു കഴിഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുമ്പോൾ അവരാരും ഇല്ല. പിന്നെ ആകെ കാണുന്നത് എൻ്റെ മാതാവിൻ്റെ മാതാവ്. ആ വല്യമ്മച്ചി ഒരുപാട് ദീർഘവർഷം ജീവിച്ചിരുന്നിട്ട് 89-90 ആ കാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. അനേക വർഷങ്ങൾ ജീവിച്ചിരുന്നു. അവർ ആ അമ്മയുടെ വീട് കുണ്ടറയ്ക്കടുത്ത് മുളവന കൈതക്കോട് എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ ഇടവകക്കാരായിരുന്നു അവർ. അവിടുത്തെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടുത്തെ വല്യപ്പച്ചൻ മാർത്തോമാ സഭയിലെ ഒരു ഉപദേശിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, വളരെ നാളുകൾക്ക് മുമ്പേ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ പശ്ചാത്തലം ഉള്ളത്.